യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴിത്തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴിത്തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യം വായിക്കാം. മറ്റൊരുത്തൻ്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കത്രേ ചെയ്യുന്നു. സ്പീക്കിംഗ് ഹാർട്ട്, സുവിശേഷം പ്രസംഗിപ്പാൻ ആശിക്കത്രേ ചെയ്യുന്നു. സ്പീക്കിംഗ് ഹാർട്ട്, ദൈവത്തിൻ്റെ വചനം നിറഞ്ഞിരിക്കുന്ന ഹൃദയം ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്ന ഹൃദയമായി മാറും. ലിറ്റർജി ഓഫ് എ ഫുൾ ഹാർട്ട്, നന്ദി നിറഞ്ഞ ഹൃദയത്തിൻ്റെ ആരാധനാക്രമം. ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നു, ഹൃദയത്തിൽ നിറയുന്നു, ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ഞാൻ ആശിക്കത്രേ ചെയ്യുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലുള്ള ക്രിസ്ത്യാനികളെ ഓർമ്മപ്പെടുത്തുന്നു. കോരിന്തിലുള്ള ദൈവമക്കളെ അപ്പോസ്തലൻ ധരിപ്പിക്കുന്നത് സുവിശേഷം പ്രസംഗിപ്പാൻ നിങ്ങളുടെ ദേശത്ത് മാത്രമല്ല അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ലോകത്തിൻ്റെ അറ്റത്തോളം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണമെന്ന്, ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അതിരുകളോളം പ്രസംഗിക്കണമെന്ന്. കോരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ 1-ാമത്തെ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും 16-ാം വാക്യം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ
എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അത് എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. വചനം നിറഞ്ഞു, വചനം പ്രസംഗിക്കുന്നു. സഹോദരങ്ങളെ, എങ്ങനെയാണ് വചനം പ്രസംഗിക്കാൻ കഴിയുക? വചനം പഠിച്ചാൽ മതിയോ? പോരാ. വചനത്തിൻ്റെ പാണ്ഡിത്യം കിട്ടിയാൽ മതിയോ? തീർച്ചയായിട്ടും പോരാ. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ കാണാതെ പഠിച്ചാൽ മതിയോ? ഒരിക്കലും പോരാ. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വ്യാഖ്യാനിക്കാൻ കുറേ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് കുറേ അറിവ് നേടിയാൽ മതിയോ? തീർച്ചയായും പോരാ. പിന്നെ എങ്ങനെയാണ് വചനം പ്രസംഗിക്കുക? എനിക്ക് വചനം ഒന്ന് പ്രസംഗിക്കണമല്ലോ, ഞാനതിനെന്താ വേണ്ടത്? പ്രിയപ്പെട്ടവരെ, അതിന് വിദ്യാഭ്യാസം വേണ്ട. ദൈവത്തിന് സ്തോത്രം. അതിന് വിവിധ ഭാഷാ പരിജ്ഞാനം വേണ്ട. അതിന് വ്യാകരണ പെശക് കൂടാതെ പറയുവാനുള്ള കഴിവ് വേണ്ട. അതിന് പ്രസംഗ ചാതുരി വേണ്ട. അതിന് വൈഭവം വേണ്ട. പിന്നെ എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. എന്താണ് വേണ്ടത്? 66-ാം സങ്കീർത്തനം 16-ാം വാക്യം, സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അതാണ് യോഗ്യത. അവൻ എൻ്റെ പ്രാണന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ആ അറിവുണ്ടോ? ക്രിസ്തു എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് ബോധ്യമുണ്ടോ? ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ബോധ്യമുണ്ടോ? ദാവീദ് 116-ാം സങ്കീർത്തനത്തിൽ കരഞ്ഞുകൊണ്ട് പറയും, നാഥ, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചല്ലോ, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും രക്ഷിച്ചല്ലോ. കാലിനെ വീഴ്ചയിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചവനെ നിനക്ക് സ്തുതി. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാനവന് എന്ത് പകരം കൊടുക്കുമെന്നാണ് ദാവീദ് പറയുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയം. ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവ്, ക്രിസ്തു എന്നെ സ്നേഹിച്ചത് എങ്ങനെയെന്നുള്ള തിരിച്ചറിവ്, ക്രിസ്തു എനിക്ക് നിത്യജീവൻ തന്നു എന്നുള്ള തിരിച്ചറിവ്, ക്രിസ്തു എന്നെ പാപച്ചെളിയിൽ നിന്ന് കോരി എടുത്തു എന്നുള്ള തിരിച്ചറിവ്, ക്രിസ്തു എൻ്റെ പഴയ ജീവിതം മാറ്റി എന്നുള്ള തിരിച്ചറിവ്, എനിക്കൊരു പുതിയ ജീവിതം തന്നു എന്നുള്ള ബോധ്യം, പഴയതിൽ നിന്ന് മാറി മറഞ്ഞുപോയി എന്നുള്ളതായ അനുഭവം, പുതിയതിലേക്കുള്ള വാഞ്ച എനിക്ക് ദൈവം തന്നല്ലോ എന്നുള്ള നന്ദി, എൻ്റെ ഹൃദയത്തിൻ്റെ കോപം മാറ്റി, എൻ്റെ ജീവിതത്തിൻ്റെ വാശിയും വൈരാഗ്യവും മാറ്റി, എൻ്റെ ഹൃദയത്തിൽ പതുങ്ങിക്കിടന്നതായ കയ്പും നീരസവും മാറ്റി, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പകയും വിദ്വേഷവും മാറ്റി, എൻ്റെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരുന്നതായ വൈരാഗ്യാഗ്നി ശമിപ്പിച്ചു തന്നു, എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അശുദ്ധ മോഹങ്ങൾ മാറ്റി, എൻ്റെ ദുർനടപടികൾ മാറ്റി, ദുർനടപ്പുകൾ മാറ്റി, ദുഷിച്ച ശീലങ്ങൾ മാറ്റി, ദുഷിച്ച സ്വഭാവങ്ങൾ മാറ്റി. കർത്താവേ, നീയല്ലോ എനിക്ക് സ്നേഹം തന്നത്, നീയല്ലോ എനിക്ക് എളിമ തന്നത്, നീയല്ലോ എനിക്ക് വിനയം തന്നത്, നീയല്ലോ എനിക്ക് സുബോധം തന്നത്, എൻ്റെ ബുദ്ധിയെ തെളിയിച്ചത് നീയല്ലോ. കർത്താവേ, ഞാൻ ഇന്നായിരിക്കുന്നത് നിൻ്റെ കൃപയാലാകുന്നുവല്ലോ. നീയല്ലോ എന്നെ സ്നേഹിച്ചത്. ദൈവം സ്നേഹിച്ചു എന്നുള്ള ബോധ്യം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദാവീദിനതാണ് പറയാനുള്ളത്. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം. എൻ്റെ പ്രാണന് വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്തോ? പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ പാടത്ത് ഒഴുകുകയായിരുന്നു. ഒഴുകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പണ്ടത്തെ കാലത്തൊക്കെ മനസ്സിലാകും. കാളയെ പൂട്ടി ഒഴുകുക, അല്ലെങ്കിൽ പോത്തിനെ പൂട്ടി ഒഴുകുക. ഈ വയൽ നിലത്ത് കണ്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒഴുകുമായിരുന്നു. ഒന്നല്ല, 12 കാളയുണ്ട്. എന്തു വലിയ കൃഷിക്കാരനാ, വലിയൊരു സമ്പന്നൻ, ധാരാളം കൃഷി, സമ്പന്നനായ യുവാവ്, ഒരുപടി നിലംപുരയിടങ്ങളെല്ലാം ഉണ്ട്. എന്തുമാത്രം വയലേലകളാണ് അവനുള്ളത്. എല്ലാം അവൻ ഒഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇതാ അവൻ്റെ പുറത്ത് ഏതാണ്ടൊന്ന് വീണതുപോലെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു പുതപ്പാണ്. ഒരു വളരെ അപരിഷ്കൃതനെ പോലെ തോന്നുന്ന ഒരു സാധാരണ മനുഷ്യൻ പയ്യെ സൗമ്യനായി നടന്നു പോകുന്നുണ്ട്. ഈ പുതപ്പ് ഇവൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് ഈ ആൾ നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരന് മനസ്സിലായില്ല ഈ ആൾ ആരാണെന്ന്. പക്ഷേ ആ പുതപ്പിൽ ഒരു പ്രത്യേക ദൈവീക കൃപയുണ്ടായിരുന്നു. ആ പുതപ്പൊരു പ്രതീകമായിരുന്നു, അതൊരു സിമ്പലായിരുന്നു, അത് പരിശുദ്ധാത്മ നൽവരത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. സിമ്പൽ ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ആ പുതപ്പ്. ഈ പുതപ്പ് ദേഹത്ത് തൊട്ടപാടെ കലപ്പയിൽ നിന്ന് കൈവിട്ടുപോയി. ചെറുപ്പക്കാരൻ്റെ പേര് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിക്കാണും, എലീശ. ഈ പുതപ്പിട്ട ആ അപരിഷ്കൃതനെ പോലെ തോന്നുന്ന സാധു മനുഷ്യൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഏലിയ പ്രവാചകൻ. പ്രവാചകൻ തൻ്റെ പുതപ്പ് ഈ എലീശ എന്ന് പറയുന്ന കൃഷിക്കാരനായ യുവാവിൻ്റെ ചുമലിലിട്ടിട്ട് പ്രവാചകൻ തൻ്റെ വഴിക്ക് നടന്ന് നീങ്ങുകയാണ്. കലപ്പയിൽ നിന്ന് കൈ വിട്ട പാടെ എലീശ പ്രവാചകൻ്റെ പിറകെ ഓടി. പ്രവാചകൻ്റെ പിറകെ ഓടിയിട്ട് പറഞ്ഞു, യജമാനെ, എന്തൊരു തിരിച്ചറിവ്, എന്തൊരു ബോധം. അതാണ് ഈ പരിശുദ്ധാത്മ നല്ലവനും കിട്ടിയാൽ സുബോധമാണ്. പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ, പരിശുദ്ധാത്മാവൻ തൊട്ടാൽ വെളിവാണ്. ബുദ്ധി അങ്ങ് തെളിയുകയാണ്. മറഞ്ഞിരിക്കുന്നതെല്ലാം പ്രകാശമാനമായി തീരുകയാണ്. മറഞ്ഞു പോയതെല്ലാം വെളിച്ചത്തായി വരികയാണ്. എന്തൊരു തെളിമ, എന്തൊരു തെളിമയുള്ള ഹൃദയം, എന്തൊരു തെളിമയുള്ള ബോധ മനസ്സ്. ഈ പുതപ്പ് വീണപാടെ കലപ്പയിൽ നിന്ന് കൈവിട്ടിട്ട് ഓടി ഈ പ്രവാചകൻ്റെ പിറകെ. യജമാനെ, ഞാനൊന്ന് വീട്ടിൽ പോയി എൻ്റെ അപ്പനോടും അമ്മയോടും ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം. എന്തിനാണ് പുതപ്പ് വീണതെന്ന് ഈ യുവാവിന് മനസ്സിലായി. അതും സുബോധമാണ്. പരിശുദ്ധാത്മാവ് തൊട്ടാൽ സുബോധം കിട്ടും. സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയത്തിൽ സുബോധം വേണമോ? നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് വയലിൻ്റെ മധ്യത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന പാവപ്പെട്ട എലീശ എന്ന് പറയുന്ന യുവാവിൻ്റെ മേൽ തൊട്ട ആ പുതപ്പിൻ്റെ ഒരു കഷ്ണം എൻ്റെ മേലൊന്ന് തൊടണമേ കർത്താവേ. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവും തലോടണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഇളം കാറ്റ് എന്നെ ഒന്ന് തൊടണമേ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മന്ദമാരുതൻ എൻ്റെ മേലൊന്ന് വീശണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ ഒന്ന് തൊടണമേ. പ്രവാചകൻ്റെ പുതപ്പ് എലീശായുടെ യുവാവിൻ്റെ മേൽ വന്ന് വീണു. അവൻ കലപ്പയിൽ നിന്ന് കൈവിട്ടിട്ട് ഓടി പ്രവാചകന് പറയേ, യജമാനെ, ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊന്ന് അനുവാദം ചോദിച്ചു കൊള്ളട്ടെ, എന്നിട്ട് നിൻ്റെ പിന്നാലെ വരാം. പിന്നാലെ വരണമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായി. പരിശുദ്ധാത്മാവ് തൊട്ടാൽ പരിശുദ്ധാത്മാവിന് പിന്നാലെ പോകും. ദൈവത്തിന് സ്തോത്രം. അതൊരു പ്രത്യേക അനുഭവമാണ്. നിങ്ങൾ കൊതിക്കണമെന്ന് ഞാൻ പറയും, നിങ്ങൾ ദാഹിക്കണമെന്ന് ഞാൻ പറയും. ഈ പരിശുദ്ധാത്മാവ് തൊടാൻ ലോകത്തിന് മനസ്സിലാവില്ല. പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, എങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. അനേകർക്ക് മനസ്സിലാവില്ല, പണ്ഡിതന്മാർക്ക് മനസ്സിലാവില്ല, PhD ഡിഗ്രി ഉള്ളവർക്ക് മനസ്സിലാവില്ല, ക്രിസ്റ്റോളജിയിൽ PhD ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാവുകയില്ല. സഹോദരങ്ങളെ, ക്രിസ്തു ശാസ്ത്രത്തിൽ PhD ഡിഗ്രി ഉണ്ടെങ്കിലും മനസ്സിലാവുകയില്ല. സ്നേഹിതരെ, ഇത് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത കൃപ വേണം, ദൈവത്തിൻ്റെ അനവധ്യ കൃപാവരം വേണം. ദൈവത്തിന് സ്തോത്രം. ഉടനെ ഏലിയാവ് തിരിഞ്ഞെന്ന് പറഞ്ഞു, മോനെ, പോയി വരിക. പിന്നെ ഒരു കാര്യം ഓർത്തോളണേ, ഞാൻ നിനക്ക് എന്ത് ചെയ്തുവെന്ന് നീ ഓർക്ക. ദൈവത്തിന് സ്തോത്രം. നീ ഇപ്പോൾ പൊയ്ക്കോ, മാതാവിനെ കൂടെ ചോദിക്കണോ ചോദിച്ചോ. പക്ഷേ ഒരു കാര്യം നീ മറക്കരുത്, നിനക്കിന്ന് കിട്ടിയ അനുഭവം നീ ഒരു കാലത്തും മറക്കരുത്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്ക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് തൊട്ടെങ്കിൽ മറക്കരുത്. എന്നെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സ്പർശം കിട്ടിയെങ്കിൽ നിങ്ങൾ കൊതിപൂണ്ട് നുണഞ്ഞുകൊള്ളണം, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളണം, നിങ്ങൾ രുചിച്ചു കൊള്ളണം, നിങ്ങൾ അയവിറക്കിക്കൊള്ളണം, നിങ്ങൾ മധുരിമ ആസ്വദിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാവിൻ്റെ മധുരിമ, പരിശുദ്ധാത്മാവിൻ്റെ ആസ്വാദ്യത, പരിശുദ്ധാത്മാവിൻ്റെ രുചി പറ്റിയ ദൈവമക്കൾ അയവിറക്കി ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ മനുഷ്യനെ പറയുന്നത്? അയവിറക്കുക എന്നോ? എന്താണ് ഈ പറയുന്നത്? സഹോദരങ്ങളെ, അത് അയവിറക്കി ആസ്വദിക്കേണ്ട ഒരു മധുര അനുഭൂതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഓർത്തോർത്ത് സ്തുതിക്കാനുള്ള അനുഭൂതിയാണ്. അറിഞ്ഞറിഞ്ഞ് ദൈവത്തെ വാഴ്ത്താനുള്ള അനുഭവ സമ്പത്താണ്. അത് സ്വർഗീയ നിധിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രഘോഷകരായി മാറും, ക്രിസ്തുവിൻ്റെ പ്രസംഗികളായി മാറും, ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുന്നവരായി മാറും, ക്രിസ്തുവിൻ്റെ വചനം വിളംബരം ചെയ്യുന്നവരായി മാറും. അതാണ് യോഗ്യത. വേറെ യോഗ്യത ഒന്നും വേണ്ട. മിനിമം ക്വാളിഫിക്കേഷൻ. മെഡിസിന് പോകണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടേ? എന്ത് വേണം? +2 വേണം, അല്ലെങ്കിൽ പഴയ കാലത്ത് പ്രീ ഡിഗ്രി വേണം. വേണ്ടേ? വേണം. എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് പോകണം, എന്നാ വേണം? +2 വേണം. വേണ്ടേ? +2 പാസ്സാകാതെ, ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ളൂ, എനിക്ക് എഞ്ചിനീയറിംഗ് പോകണം, എന്നെ സാധ്യമല്ല. ആണോ? അല്ലല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ തിരുവചനം, സ്വർഗത്തിൽ മുദ്രയിട്ട വചനം, ജീവനുള്ള ദൈവത്തിൻ്റെ സ്വർഗീയ ആലോചനാ സഭയിൽ നിരൂപിച്ച വചനം മകനെ നിന്റെ നാവിലൂടെ ജനത്തിന് പ്രസംഗമായി കൊടുക്കണമെങ്കിൽ എന്തു വേണമെന്നോ?
ഈ ആലോചനാ സഭ എന്നൊക്കെ പറഞ്ഞത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യമാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ കാര്യാലോചനാ സഭയിലെ വചനം, അവിടെ നിരൂപിക്കുന്ന വചനം, അവിടെ പര്യാലോചന ചെയ്യുന്ന വചനം നിന്റെ ഈ നിസ്സാരപ്പെട്ട നാവിലൂടെ ജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് പാകി തൂകി കൊടുക്കണമെങ്കിൽ എന്തു വേണം? മിനിമം ക്വാളിഫിക്കേഷൻ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശം വേണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പണ്ട് എഫേസോസിലെ ദൈവമക്കൾ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പൗലോസ്ലീഹ ചോദിച്ചു. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല. പരിശുദ്ധാത്മാവ് ആരാ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എഫേസോസിലെ ദൈവമക്കൾ അവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പോരാ, നിങ്ങൾ ചിലർ രുചിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ചിലരെ ഈ വാക്കുകളെ കേൾക്കുന്ന ചിലർ അയവിറക്കി അനുഭവിച്ച് ആസ്വദിച്ച് ദൈവത്തെ മതിമറന്ന് ആനന്ദത്തോടെ ആരവാരത്തോടെ സ്തുതിഘോഷങ്ങളാൽ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തിയിട്ടുണ്ടാകും. അനർഗളമായ സ്തോത്രത്തിൻ്റെ പ്രവാഹത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കരയറ്റിയിട്ടുണ്ടാകും. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന്, സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും സ്തുതിയുടെയും ശബ്ദമെന്ന് പരിശുദ്ധാത്മാവ് ദാവീദിൻ്റെ നാവിൽ കൂടി പാടി. ദൈവത്തിന് സ്തോത്രം. 118 സങ്കീർത്തനത്തിലെ വാക്യമാണ് ഞാൻ വായിച്ചത്. 118 സങ്കീർത്തനം. നീതിമാൻ്റെ കൂടാരമാണോ മകനെ നിൻ്റെ ശരീരം? നിൻ്റെ ശരീരം ഒരു നീതിമാൻ്റെ വിശുദ്ധൻ്റെ കൂടാരമാണോ മകളെ? നിൻ്റെ ശരീരം എങ്ങനെ ഒരു നീതിമാൻ്റെ കൂടാരമായി തീർന്നോ? അവിടെ നീതി മാത്രമേ ഉള്ളൂ? ഇവിടെ എന്തെങ്കിലും അനീതിയുണ്ടോ? ഏതെങ്കിലും അവയവത്തിൽ കറ പിണഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും അവയവത്തിൽ ചെളി പുരണ്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഈ സമയത്ത് നിങ്ങളോട് വളരെ എളിമയോടെ ഒരു കാര്യം പറയട്ടെ. ചെളി പുരണ്ടിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. കഴുകാൻ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ജീവിത വസ്ത്രത്തിൽ കറ പറ്റിയെങ്കിൽ കഴുകിത്തരാൻ ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തിരുരക്തമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏത് കറയും ഈ തിരുരക്തം കഴുകിത്തരും. തിരുരക്തം കൊണ്ട് കഴുകിയാൽ, ചുവന്ന രക്തം കൊണ്ട് കഴുകിയാൽ അങ്കി വെളുക്കും. എങ്ങനെയാണ് അതിന് തെളിവെന്താ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ചോദിച്ചു, ഇങ്ങനെയാണ് ചോദിച്ചത്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവരാരാണ്? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് പറഞ്ഞു. വളരെ മറുപടിയാണ്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകലവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടുകളുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശം. പരിശുദ്ധാത്മാവ് തൊടുന്നു. എലീശായെ തൊട്ടു. എലീശ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചു. എലീശ ജീവനുള്ള ദൈവത്തിനായി തൻ്റെ ജീവിതം ഫലമേൽപ്പിച്ചു. തിരികെ പോയി. മാതാപിതാക്കളുടെ അടുക്കലേക്കല്ല, വയലിലേക്ക്. വയലിൽ ചെന്നു. കാളകളെ രണ്ടിനെ പിടിച്ചു. കലപ്പയും നുകവും അതെല്ലാം വെട്ടിക്കീറി വിറകാക്കി. ആ വയലിൽ വെച്ച് തന്നെ യാഗം കഴിച്ചു. തിരിച്ചു വന്നാൽ പിന്നെ ഈ പഴയ കൃഷിക്കുള്ള സാധ്യത ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. തിരിച്ചു വന്നാൽ ഈ പഴയ കൃഷിക്കുള്ള സാധ്യതയുള്ള ആ നേഞ്ഞിലും നുകവും അത് വിറകായി കത്തിച്ച് യാഗം കഴിച്ചതിന് ശേഷം ചെന്നു പ്രവാചകൻ്റെ അരികത്യം താമസിച്ചു. ഏലിയ പ്രവാചകൻ്റെ കൈക്ക് വെള്ളമൊഴിക്കുന്ന ശാഫാത്തിനവനായ എലീശ എന്ന അഡ്രസ്സ് നേടി. എലീശ പ്രവാചകൻ്റെ അഡ്രസ്സ് അതാ, ഈ പണക്കാരനായ ചെറുപ്പക്കാരൻ്റെ അഡ്രസ്സ്. ശാഫാത്തിനവനായ എലീശ. തീർന്നില്ല. ക്വാളിഫിക്കേഷനുണ്ട്. ഡിഗ്രി ഒന്നുമല്ല, തിയോളജിയിലെ PhD അല്ല. ദൈവത്തിന് സ്തുതി. എന്താ ഡിഗ്രി? ഏലിയ പ്രവാചകൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിനവനായ എലീശ. ദൈവപുരുഷനെ കൈക്ക് വെള്ളമൊഴിക്കുന്ന താണ ശുശ്രൂഷ ചെയ്ത വേലക്കാരനായി അവിടെ കൂടെ നിന്ന ശുശ്രൂഷകനായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഈ സാൽവേഷൻ ആർമിയിലെ വളരെ ഉന്നതനായ പരിശുദ്ധനായ ഒരു ദേവദാസനായിരുന്നു എസ്.എൽ. ബ്രിങ്കിൾ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എസ്.എൽ. ബ്രിങ്കിളുടെ വിശുദ്ധ ജീവിതം എന്നുള്ള പുസ്തകം വായിക്കേണ്ട പുസ്തകമാണ്. എസ്.എൽ. ബ്രിങ്കിളുടെ വിശുദ്ധ ജീവിതം ചെറിയൊരു പുസ്തകം മലയാളത്തിലുണ്ട്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ജീവിതം. എസ്.എൽ. ബ്രിങ്കിൾ അദ്ദേഹം
ഒരു സഭയുടെ ശുശ്രൂഷകനായിരുന്നു, വലിയൊരു നേതാവായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ വേലയിൽ ആകർഷണം കിട്ടിയപ്പോൾ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ദാഹം വന്നപ്പോൾ അദ്ദേഹം സാൽവേഷൻ ആർമിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അതിനുവേണ്ടി ചെന്ന് സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്തിനെ കണ്ടു. വില്യം ബൂത്തിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ ശുശ്രൂഷയിൽ ചേർന്ന് നിന്ന് കർത്താവിൻ്റെ പാദസേവ ചെയ്യണം, കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഈ എസ്.എൽ. ബ്രിങ്കിളിനെ, ഈ വലിയ സുവിശേഷകനായ എസ്.എൽ. ബ്രിങ്കിളിനെ അയച്ചത് അവിടെ വരുന്ന ഈ കൂട്ടായ്മ യോഗത്തിന് വരുന്നവരുടെ എല്ലാം ചെരുപ്പ് തുടയ്ക്കുക. എല്ലാവരുടെയും ചെരുപ്പിടുന്നൊരു മുറിയുണ്ട്, അവിടെ ഇരുന്ന് ചെരുപ്പ് തുടയ്ക്കാൻ. ഒരു പ്രസംഗം കേൾക്കാൻ സാധിക്കില്ല, പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കില്ല, ആളുകളൊന്ന് കാണാൻ സാധിക്കില്ല. ഈ അരണ്ട വെളിച്ചമുള്ളൊരു മുറിയിലിരുന്നു കൊണ്ട് ഈ കേൾവിക്കാരായി വരുന്നവരുടെ എല്ലാം ചെരുപ്പെടുത്ത് തുടയ്ക്കുക. അദ്ദേഹം ഓർത്തു, ഇതെന്തൊരു കഷ്ടം, നല്ല വചനം കേൾക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നു. വചനം കേൾക്കാൻ പോലും ഒക്കുന്നില്ല, വചനം പോലും കേൾക്കാൻ അവസരമില്ല. കഷ്ടം പോരണ്ടായിരുന്നു, ഈ കൂട്ടായ്മയിലേക്ക് വരണ്ടായിരുന്നു. അബദ്ധമായിപ്പോയി എന്നാണ് തോന്നുന്നത്. ഒരു രണ്ട് വാക്ക് പറയണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വചനം പറയാൻ കഴിവുള്ള ഒരാൾ, എത്രയോ വേദികളിൽ പ്രസംഗിച്ചുള്ള ആൾ, ഇവിടെ വന്നപ്പോഴും ഒരു അക്ഷരം മിണ്ടിക്കൊന്നുമില്ല. എന്തൊരു കഷ്ടം. തന്നെയല്ല, തന്നിരിക്കുന്ന ജോലിയോ വരുന്ന കേൾവിക്കാരുടെയെല്ലാം ചെരുപ്പ് യോഗം കഴിഞ്ഞ് വരുമ്പോൾ തുടച്ച ചെരുപ്പായിട്ട് കിട്ടണം, ചെരുപ്പ് തുടച്ചു വയ്ക്കണം. അദ്ദേഹം ഓർത്തു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിത് സന്തോഷത്തോടെ ചെയ്യും. കാരണം തിരുവചനം പറയുന്നു, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം ദൈവനാമത്തിൽ ചെയ്യുവീൻ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ. ഈ തിരുവചനം ഓർത്തുകൊണ്ട് അദ്ദേഹം ആ ജോലി കൃത്യമായി നിർവഹിച്ചു. അധികം ദിവസങ്ങൾ കഴിഞ്ഞില്ല, അവിടെ നിൽക്കേണ്ടി വന്നില്ല. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കുന്ന നിത്യനായ ദൈവം എസ്.എൽ. ബ്രിങ്കിളിനെ ആ ഇരുണ്ട മുറിക്കകത്ത് ഏതാൾ ഇരുത്തിയില്ല, അവിടെ നിന്ന് ഉയർത്തിയിട്ടോ അനേകം വലിയ സദസ്സുകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ശ്രേഷ്ഠനായ ഒരു വിശുദ്ധ അപ്പോസ്തലനാക്കി മാറ്റി, അനുഗ്രഹീത സുവിശേഷകനാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനം നമ്മെ തൊടുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മെ തൊടുമ്പോൾ, നാം കർത്താവിൻ്റെ വേലയിൽ എത്രയും വിശ്വസ്തയോടെ തരുന്ന ജോലി എത്രയും എളിമയോടെ വിശ്വസ്തയോടെ നാം ചെയ്യുന്ന ദൈവം കാണുമ്പോൾ, നിത്യനായ ദൈവം ആർക്കും കടക്കാരനായിരിക്കുകയില്ല. അവനെ ദൈവം തലയായി ഉയർത്തും. മാത്രമല്ല, ഞാൻ നിന്നെ വാലല്ല, ഞാൻ നിന്നെ തലയാക്കുമെന്നുള്ള വചനം നിവർത്തിച്ച് നമ്മെ ഉയർത്തി അവൻ നമ്മെ അഭിഷേക പൊരുളിൽ നിലനിർത്തും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, തിരുവചനം പ്രസംഗിക്കുക, തിരുവചനം സാക്ഷിക്കുക, ദൈവത്തിൻ്റെ വചനം അനേകർക്ക് കൊടുക്കുക, അനേകരെ തിരുവചനം അറിയിക്കുക. അപ്പോസ്തലനായ പത്രോസ് ഒരൊറ്റ പ്രസംഗം കൊണ്ട് അന്ന് മാനസാന്തരപ്പെടുത്തിയത് 3000-ലേറെ ആളുകളെയാണ്. കാരണം അപ്പോസ്തലനായ പത്രോസ് അല്ല സംസാരിച്ച നാവ് അപ്പോസ്തലനായ പത്രോസിൻ്റെ, സംസാരിച്ച വ്യക്തി അപ്പോസ്തലനായ പത്രോസ്, 11 പേർ കൂടെ ഉണ്ട്. അവരെല്ലാവരും ചേർന്ന് നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് സംസാരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് സംസാരിക്കുന്നത്, പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് കൊതിയുണ്ടോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ കൂടി സംസാരിക്കാൻ? ദൈവവചനം പറയുന്ന അനേക യുവാക്കളെ കേൾക്കുന്നുണ്ടല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയുന്നവർ, സൺഡേ സ്കൂൾ അധ്യാപകർ, പള്ളിയിലെ ശുശ്രൂഷ ചെയ്യുന്നവർ, അനേകം കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തുന്നവർ, അനേകം പ്രസംഗ യോഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നവർ, അനേകം ബൈബിൾ ക്ലാസ് എടുക്കുന്നവർ, പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ടല്ലോ. ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് മാത്രം ഞാൻ സംസാരിക്കും എന്നുള്ള വ്രതം നിങ്ങൾക്കെടുക്കാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിലൂടെ ചലിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാമോ? ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആദരിക്കും, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കും, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ നല്ല ആഗ്രഹം സാധിപ്പിച്ചു തരും. നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിന് ശക്തി കൊണ്ട് നിറയ്ക്കും. നിങ്ങളുടെ നാവിലൂടെ പരിശുദ്ധാത്മാവിന് തീ ഒഴുകി വരും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ജനങ്ങളിലേക്ക് തീപ്പൊരിയായി ചിതറിത്തെറിക്കും. പരിശുദ്ധാത്മാവിൻ്റെ തീയ് ജനങ്ങളിലൂടെ തീജ്വാലയായി ആളിയാളി പടരും. ഈ തീ കത്തി അനേക ജീവിതങ്ങൾ രൂപാന്തരപ്പെടും.
അനേകം കൂട്ടായ്മകൾ ഉണരും, അനേക ദേശങ്ങൾ ഉണരും, അനേക ഭവനങ്ങൾ ഉണരും, അനേകം ആളുകൾ മാനസാന്തരപ്പെടും, അനേകം പിന്മാറ്റക്കാർ തിരിച്ചു വരും, അനേകരെ അശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ വിശുദ്ധരായി മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൗഖ്യം വേണമോ? ഈ മാറ്റം വേണമോ? ഈ മാനസാന്തരം വേണമോ? ഈ അനുഗ്രഹീതമായ അത്ഭുതകരമായ അനുഭവം നിങ്ങൾക്ക് വേണമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. നാഥ, എനിക്കൊരു സ്ക്രിപ്ചറൽ ഹാർട്ട് മാത്രം പോരാ, എനിക്കൊരു സ്പീക്കിംഗ് ഹാർട്ട് തരണം. വചനം നിറഞ്ഞ ഹൃദയം മാത്രം പോരാ, വചനം പറയുന്ന ഒരു ഹൃദയം വേണം. വചനം പറയുന്ന ഹൃദയം, വചനം പറയുവാൻ ആ ദാഹിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണം. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വേലക്കാരനായി നിൽക്കും. ഇന്ന് മുതൽ നാഥ, ഞാൻ നിന്റെ വചനം പ്രസംഗിക്കും. ഇന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടി തിരുവചനത്തിന് ശക്തി കാണിച്ചു കൊടുക്കും. അനേകരുടെ മുൻപിൽ എൻ്റെ യേശുവിനെ ഞാൻ സാക്ഷിക്കും. എൻ്റെ യേശുവിനെ നിർഭയം സാക്ഷിക്കുന്നവനായി, കൂസലന്യെ സാക്ഷിക്കുന്നവനായി, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലാതെ, നിക്ഷിപ്ത താല്പര്യമില്ലാതെ, സ്ഥാപിത താല്പര്യമില്ലാതെ യേശുവിനെ സാക്ഷിക്കുന്നവനായി ഈ തലമുറയിൽ ഞാൻ നിൽക്കും. എനിക്ക് നീ ആയുസ് തരുന്നിടത്തോളം നിന്റെ ഒരു സാക്ഷിയായി ഞാൻ നിൽക്കും. തീരുമാനം പുതുക്കുവീൻ. ദൈവത്തോട് വാക്ക് പറയുവീൻ. യുവാക്കളെ, ഉണരുവീൻ. ദൈവജനമേ, ജീവിതം ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ദൈവജനമേ, പാപത്തോട് യാത്ര പറയുവീൻ. പുതിയ വിശുദ്ധ ജീവിതം തുടങ്ങുവീൻ. ശാന്തസുന്ദരമായ സ്വർഗീയ സൗഭാഗ്യം ഇന്നേ നിങ്ങൾ കരഗതമാക്കുവീൻ. യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ സ്വർഗീയ സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അർഹിക്കാത്ത നന്മ ഞങ്ങൾക്ക് തന്ന് അറിയാത്ത വഴികളിൽ കൂടി ഞങ്ങൾ നടത്തുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും തഴുകണമേ, എല്ലാവരുടെയും ശിരസിലവിടുത്തെ ആണിപ്പാടുള്ള കരം വെക്കണമേ. കർത്താവേ, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള കഴുകൽ എന്ത് എന്ന് എല്ലാവരും അനുഭവിക്കുമാറാകണമേ. കർത്താവേ, ഒരു പുതിയ ജീവിതത്തിന്റെ സൗഖ്യം എന്ത് എന്ന്, സമാധാനം എന്ത് എന്ന് എല്ലാവരും അനുഭവിക്കുമാറാകണമേ. യേശുക്രിസ്തുവിന്റെ കൃപയെ എല്ലാവരും രുചിക്കുമാറാകണമേ. നാഥ, എല്ലാവരെയും സൗഖ്യത്തിലേക്കും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കണമേ. കുടുംബങ്ങളിലേക്ക് സമാധാനം പകരണമേ. വ്യക്തി ജീവിതങ്ങളിലേക്ക്, വ്യക്തി ഹൃദയങ്ങളിലേക്ക് ആശ്വാസം പകരണമേ. നീറിപ്പുകഞ്ഞ മനസ്സുകൾക്ക് ശാന്തി നൽകണമേ. ഉരുകി തിളയ്ക്കുന്ന ഹൃദയങ്ങളിൽ ശാന്തത നൽകണമേ. നാഥ, നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ പ്രത്യാശ നൽകണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. തീരാ രോഗങ്ങൾ മാറ്റണമേ. മാറാവ്യാധികൾ നീക്കണമേ. കുടുംബ സൗഖ്യം അയക്കണമേ. സമാധാനം പകരണമേ. ദേശങ്ങളെ വാഴ്ത്തണമേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹമുള്ള നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.